അപ്പോൾ എന്ന ആളിനെയാണ് നമ്മൾ സ്ഥിരമായിട്ട് ഓട്ടം പോകാനൊക്കെ വിളിക്കുന്നത്. ഒരു ദിവസം ഓട്ടം വിളിച്ചപ്പോഴത്തേക്ക് കൊച്ചിങ്ങനെ പറഞ്ഞു, അപ്പോൾ ബാഡാണ്, പേടിയാണ്, അമ്മ വിളിക്കണ്ടെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചു, അവരുടെ പേരാണ് താങ്കൾ പറഞ്ഞത്? അവരുടെ പേരാണ് ഞാൻ പറഞ്ഞു, നന്ദു. പിന്നെ ലിജു വർക്കലെന്ന് പറയാം, അവയുണ്ട് ലിജു. പിന്നെ പിന്നെ ഇവര് ഈ അപ്പു എന്ന് പറയുന്ന അവരെ വൈഫ് ഗിരിജ, പിന്നെ നിബു പേരേറ്റിൽ, പിന്നെ ഇവർക്ക് നിൽക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലെ കല്ലമ്പലം പോലീസ് സ്റ്റേഷന് മുന്നിലാണ്. പണ്ടൊരു മകാൻ പറഞ്ഞിട്ടുണ്ട്, കേരളം ഒരു ഭ്രാന്താലയമാണ് എന്ന്. എന്നാൽ അതൊക്കെ തിരുത്തേണ്ട കാലം ഇന്ന് കഴിഞ്ഞിരിക്കുന്നു. ഇന്ന് ഈ കേരളം കഴപ്പുമൂത്ത കാമഭ്രാന്തന്മാരുടെ ആലയമാണ്. അതുകൊണ്ടാണ് പാലുകുടി പോലും മാറാത്ത ഒരു പിഞ്ചു കുഞ്ഞിന് നേരെ അപ്പുകൊന്ന ഒരു നരാധമൻ, ഒരു ഓട്ടോക്കാരൻ കാണിച്ചു കൂട്ടിയത്. ആ പന്നനാറിയെ കല്ലമ്പലം പോലീസ് അറസ്റ്റ് ചെയ്ത ഇന്ന് റിമാൻഡ് പ്രതിയായി ജയിലിലടച്ചിട്ടുണ്ട്. അപ്പോൾ എന്ന ആളിനെയാണ് നമ്മൾ സ്ഥിരമായിട്ട് ഓട്ടം പോകാനൊക്കെ വിളിക്കുന്നത്. ഒരു ദിവസം ഓട്ടം വിളിച്ചപ്പോഴത്തേക്ക് കൊച്ചിങ്ങനെ പറഞ്ഞു, അപ്പോൾ ബാഡാണ്, പേടിയാണ്, അമ്മ വിളിക്കണ്ടെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചു എന്താണ് കാരണം എന്ന് പറഞ്ഞു. നമ്മൾ സ്ഥിരമായിട്ട് വിളിക്കുന്ന ആളാണ്, നല്ല പ്രായമുള്ള ആളാണ്, അത്രയ്ക്ക് വിശ്വാസമുള്ള ആളിനെയാണ് നമ്മൾ സ്ഥിരമായിട്ട് എവിടെയും കൊണ്ടുപോകുന്ന ആളാണ്. അപ്പം ഞാൻ ചോദിച്ചു എന്ത് പറ്റി? അപ്പം ഇങ്ങനെ പറഞ്ഞു, ഇങ്ങനെ ബാഡ് ടച്ച് ചെയ്തു എന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു എന്നാണ് സംഭവം എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു ഒരു ദിവസം ഇങ്ങനെ അച്ഛന് വയ്യ, സുഖമില്ലാതെ ഇരുന്നപ്പോൾ അച്ഛന് പനിയായിരുന്നു. അപ്പോൾ 2-3 ദിവസം ഇയാൾ കൊണ്ടുപോയി. അപ്പോൾ അന്ന് ഓട്ടോയിൽ വെച്ചാണ് സംഭവം എന്ന് പറഞ്ഞു. ഇതാണ് സംഭവം. എൻ്റെ അടുത്താണ് മോൾ ആദ്യം പറയുന്നത്. ഞാനാണ് ചൈൽഡ് ലൈനിൽ വിളിച്ച് അറിയിച്ച്. ചൈൽഡ് ലൈനിൽ നിന്നാണ് പിന്നെ സാറിനെ വിളിച്ച് പറയുന്നത്, കല്ലമ്പലം പോലീസിൽ. നിങ്ങൾ ഇദ്ദേഹത്തിനെ വിളിച്ചു വരുത്തി മർദ്ദിച്ചെന്നൊക്കെ പറയുന്നത്? വിളിച്ചു വരുത്തി മർദ്ദിച്ചൊന്നുമില്ല, അതൊക്കെ പറഞ്ഞുണ്ടാക്കുന്നത് കള്ളക്കഥകളാണ്. ഈ കഴിഞ്ഞ ദിവസം ഈ സമൂഹ മാധ്യമങ്ങളിലൊക്കെ പ്രചരിപ്പിക്കുന്നൊരു എല്ലാം തെറ്റായ ഇതാണ്, എല്ലാം തെറ്റായ സംഭാഷണങ്ങളാണ് എല്ലാം പറയുന്നത്. എന്നെ പറ്റിയായാലും കുട്ടിയെ പറ്റിയായാലും എല്ലാം അയാൾ നിരപരാധിയാണ് എന്നുള്ള രീതിയിലാണ് സംസാരങ്ങൾ. അത്രയും നാട്ടുകാരെ മൊത്തം വിളിച്ച് മീഡിയയിലെ മൊത്തം അറിയിച്ച് അയാൾ നിരപരാധിയാണ് എന്നുള്ള രീതിയിലാണ് എൻ്റെ മോളോടെ കാണിച്ചിട്ട് അയാൾ നിരപരാധിയാണ് എന്നാണ് എല്ലാവരും പറയുന്നത്. അദ്ദേഹം പൂർണ്ണമായും തെറ്റ് ചെയ്തെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു? അയാൾ സമ്മതിച്ചതാണ്, പോലീസിന്റെ മുമ്പേയും മജിസ്ട്രേറ്റിന്റെ മുമ്പേയും എല്ലാം സമ്മതിച്ച കാര്യമാണ്. പിന്നെ എന്തുകൊണ്ടാണ് ഈ നാട്ടുകാരൊക്കെ ഇങ്ങനെ ഈ തെറ്റ് ചെയ്തില്ല എന്നൊക്കെ പറയുന്നത്? അത് അവരെ വീട്ടുകാർ മൊത്തം ബോധിപ്പിച്ച് എല്ലാവരെയും പറഞ്ഞ് ഞങ്ങൾ കള്ളക്കേസ് ഉണ്ടാക്കി എന്നുള്ള രീതിയിലാണ് സംസാരം. ഇപ്പോൾ അവരെ മർദ്ദിച്ച് നിങ്ങൾ ഇവരെ ഈ പറയിപ്പിച്ചു എന്നും അത് ചിത്രീകരിച്ചു എന്നൊക്കെ പറയുന്നത് ശരിയാണോ? ഇല്ല, ഞങ്ങൾ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല. ചെയ്തിട്ടുണ്ടെങ്കിൽ അയാൾ പറയട്ടെ, അതാണ് സത്യം. അയാൾ അങ്ങനെ പറയട്ടെ. ഇപ്പോ നിങ്ങൾ കേസുമായി മുന്നോട്ട് പോവുക? ഞങ്ങൾ കേസുമായിട്ട് മുമ്പോട്ട് പോകുക. സത്യം എന്തായാലും ജയിക്കണമല്ലോ. എന്റെ മോളോടെ കാണിച്ചിട്ടുണ്ടെങ്കിൽ അയാൾക്ക് അത് കിട്ടിയിരിക്കും, ശിക്ഷ എന്തായാലും കിട്ടിയിരിക്കണം. ഇനി ഒരു കുഞ്ഞുങ്ങളോട് അയാൾ കാണിക്കാൻ പാടില്ല. അദ്ദേഹത്തിന് എത്ര വയസ്സ്? ഇയാൾക്ക് 65 വയസ്സുണ്ട്. ഓട്ടോ ഡ്രൈവറാണ്? ഇയാൾ ഓട്ടോ ഡ്രൈവറാണ്, സ്വന്തമായിട്ട് ഓട്ടോ ഉള്ള ആളാണ്. ഞങ്ങൾ സ്ഥിരം വിളിക്കുന്നതാണ്, എവിടെ പോയാലും ഞങ്ങൾ വിളിക്കുന്നതാണ്. അതുകൊണ്ട് അത്രയ്ക്ക് വിശ്വാസമുള്ള ആളായിരുന്നു. ഇങ്ങനെ ഇത്രയും ഒരു ഇത് കാണിക്കുമെന്ന് വിചാരിച്ചില്ല, എൻ്റെ മോളടുത്ത് ഇങ്ങനെ കാണിക്കുമെന്ന് വിചാരിച്ചില്ല. അതിപ്പോൾ നാട്ടിൽ വേറെ രീതിയാണ് പറഞ്ഞിട്ടുണ്ടാക്കുന്നത്. എന്നെ പറ്റിയാണ് അത്രയും കുറ്റങ്ങൾ പറഞ്ഞിട്ടുണ്ടാക്കുന്നത്. ഞാൻ വളരെ മോശമായ രീതിയിലാണ് എന്നെ ചിത്രീകരിച്ചത്. ഫേസ്ബുക്കിലൂടെയും വാട്സപ്പിലൂടെയും മീഡിയയിലൂടെയും എല്ലാം ഇതേപോലെയാണ് പറഞ്ഞിരിക്കുന്നത്. മീഡിയയിൽ മുമ്പ് പറഞ്ഞിരിക്കുന്നത് ആരോമൽ എന്ന് പറഞ്ഞ നന്ദു എന്നാണ് പറയുന്നത്, ആ പയ്യനാണ്. പിന്നെ ഫേസ്ബുക്കിൽ ലിജു എന്ന് പറയുന്ന ഒരു വ്യക്തി, അത് ഉണ്ട്, ഫേസ്ബുക്കിൽ ഇട്ടിട്ടുണ്ട്. തോക്കാലയിൽ പൗരസമിതി എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പിലും ഒക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ നിബു പേരേറ്റിൽ, പിന്നെ ഈ പ്രതിയുടെ ഭാര്യയുണ്ട്, ഈ അപ്പു എന്ന് പറയുന്ന അയാളെ വൈഫ്, അവരും എല്ലാവരും കൂടെ ചേർന്നാണ് ഈ വാട്സപ്പിൽ മൊത്തം ഇട്ടേക്കുന്നത്. എന്നെപ്പറ്റി മോശമായ കാര്യങ്ങളാണ് അത്രയും എഴുതി ചിത്രീകരിച്ചിരിക്കുന്നത് മൊത്തവും. ഞാൻ പരാതി നൽകിയിട്ടുണ്ട്. പോലീസ് എൻ്റെ അടുത്ത് കേസുമായിട്ട് മുമ്പോട്ട് പോകാനാണ് പറഞ്ഞത്. കോടതി മുഖാന്തരം മുമ്പോട്ട് പോകാനാണ് പറഞ്ഞത്. ഞാൻ അങ്ങനെ തന്നെ മുമ്പോട്ട് പോകും. അപ്പോൾ ഈ താങ്കൾ പറയാൻ താങ്കളുടെ മകൾക്കെതിരെ ഇത്രയും അതിക്രമങ്ങൾ ഉണ്ടായി, താങ്കൾ പറഞ്ഞതിന്റെ വൈരാഗ്യത്തിന് താങ്കളെ അപമാനിക്കുന്നു.
എന്നെ ഇതിനെ അത്ര മോശമായ രീതിയിലാണ് എന്നെ ചിത്രീകരിച്ചിരിക്കുന്നത്. ഒരു കാര്യവും സത്യമല്ല. അത് ഏതെങ്കിലും കാര്യം സത്യം ഉണ്ടെങ്കിൽ അവർ തെളിയിക്കണം. താങ്കൾ മോശമാണെന്ന് ചിത്രീകരിച്ച് താങ്കളുടെ പുറത്ത് നോക്കിയാണ്? അല്ലല്ല, ഇതില് നാട്ടുകാരെ മുമ്പേ സോഷ്യൽ മീഡിയ വഴി മൊത്തം വഴിയാണ്. താങ്കൾക്ക് അതിന്റെ വലിയ മനോവേദന എനിക്കുണ്ട്. ഞാനത് കല്ലമ്പലം പോലീസ് സ്റ്റേഷൻ കംപ്ലൈന്റ് കൊടുത്തതാണ്. പരാതിയിൽ പോലീസ് കേസ് എടുത്തിട്ടുണ്ട്. താങ്കൾ പറയുന്നത് താങ്കളെ അപമാനിച്ചവർക്കെതിരെയും താങ്കൾ നിയമപരമായി അവരുടെ പേരാണ് താങ്കൾ പറഞ്ഞത്? അവരുടെ പേരാണ് ഞാൻ പറഞ്ഞത്. നന്ദു, പിന്നെ ലിജു വർക്കല എന്ന് പറയാം, അവയുണ്ട് ലിജു, പിന്നെ ഇവര് ഈ അപ്പു എന്ന് പറയുന്ന അവരെ വൈഫ് ഗിരിജ, പിന്നെ നിബു പേരേറ്റിൽ, പിന്നെ ഇവർക്കൊക്കെ സപ്പോർട്ട് ചെയ്യും, മീഡിയയ്ക്ക് സപ്പോർട്ട് ചെയ്യുന്ന തങ്കോണി എന്ന് പറഞ്ഞൊരു കള്ളക്കേസാണ് എന്നും പറഞ്ഞ് അതിൽ പറയുന്നുണ്ട് വീഡിയോയിൽ. ഇവൻ ആ കുട്ടിയോട് കാണിച്ച ഓരോ ക്രൂരതകളും എണ്ണി എണ്ണി പറഞ്ഞുകൊണ്ട് ഒരമ്മ അവർ പറയുന്നത് നിയമത്തിന്റെ ഏത് അറ്റം വരെയും പോയി ഇവന് ശിക്ഷ വാങ്ങിക്കൊടുക്കുക തന്നെ ചെയ്യുമെന്ന ഈ അമ്മയെ പോലും അപമാനപ്പെടുത്തുന്ന രീതിയിൽ കുറച്ച് മാന്യന്മാർ ഇറങ്ങിയിട്ടുണ്ട്. ക്യാമറമാൻ വിജേഷ് ഉടക്കനൊപ്പം രജിത് കാര്യത്തിൽ, ന്യൂസ് സ്റ്റോറി.